ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ നമുക്ക് കാണാൻ ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന്. വലിയതായിട്ടൊന്നുമില്ല, ചെറുതായിട്ട് എന്തൊക്കെ ചെയ്യുന്നതെന്ന് കാണാം. ആദ്യം തന്നെ ഞാൻ പോയി എൻ്റെ അലമാര തുറന്ന് എൻ്റെ സാമഗ്രികളൊക്കെ എടുക്കട്ടെ. പിന്നെ പൊട്ടെടുക്കാം. ഇതാ ഈ വലിയ പൊട്ടെടുക്കാം. ഇത് വെച്ച് കൊടുക്കാം. പിന്നെന്താ ഐലൈനർ ഞാൻ എങ്ങനെ വരയ്ക്കുമെന്ന് ആലോചിക്കുന്നത്. ഞാൻ ഐലൈനർ വരച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാ മുകളിലൊക്കെ പടർന്ന് എങ്കിലും എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ കണ്ണെഴുതി കൊടുത്തിട്ടുണ്ട്. ഇതാ നമുക്ക് ഈ കമ്മലിട്ട് കൊടുക്കാം. ആദ്യം ഈ കാതിൽ, പിന്നെ ഈ കാതിൽ, ഇപ്പുറത്തെ കാതിൽ ഇട്ട് കൊടുക്കാം. ഇനി തല കെട്ടണം. ഞാൻ പോയി ചീപ്പ് എടുത്തോണ്ട് വരാം. മറന്നു പോകും എല്ലാം എടുത്തോണ്ട് വരാൻ. അപ്പോൾ ഗൈസ്, നമുക്ക് തല കോടാം. ഉടക്കൊന്നുമില്ല, കുറച്ചുണ്ട്. മുടി കോതണതാണ് ഞാൻ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നതും ഭയങ്കര പാടായിട്ടുള്ള കാര്യം. ഇപ്പം ശരിയായി. ഇനി നമുക്ക് മുകളിലോട്ട് പിടിച്ച് കെട്ടി വെച്ച് കൊടുക്കാം. ഇങ്ങനെ കോഴി ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇതിന് ക്ലിപ്പ് കുത്തി കൊടുക്കാം. അപ്പോൾ ഗൈസ്, ഓക്കെ ആയിട്ട് ഇപ്പോൾ കറക്റ്റായി. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ലുക്ക്. ഇതെങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാൻ പൗഡറൊന്നും അടിച്ചിട്ടില്ല, ജസ്റ്റ് ഐലൈനർ എഴുതി, പിന്നെ ഒരു പൊട്ട് വെച്ച് കൊടുത്തു, പിന്നെ കമ്മലിട്ടു, തല കെട്ടി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് എന്തൊക്കെയാണ് ഭക്ഷണം ഉണ്ടാക്കിയത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് അടുക്കളയിലോട്ട് പോവാം. ഇവിടെ ചെറിയ മഴയുണ്ട് ഗൈസ്, അതുകൊണ്ട് ലൈറ്റ് ഇട്ടപ്പോഴാണ് വെട്ടം വീണത്. മഴയുണ്ട് ഗൈസ്, അപ്പോൾ അതുകൊണ്ടാണ് ഇരുണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ കാണിച്ചു തരാം എന്താണ് ഉണ്ടാക്കിയതെന്ന്. ഇത് സാമ്പാർ പോലെ ഇരിക്കണമെങ്കിൽ ഇത് ആക്ച്വലി പരിപ്പ് കറിയാണ്. അങ്ങനെ പരിപ്പ് വെച്ച് ഉണ്ടാക്കിയതാണിത്. പരിപ്പും ബീൻസും സവാളയും മാത്രമാണ് ഇട്ടത്. പിന്നെ ചോറുണ്ട്, പപ്പടമുണ്ട്. പപ്പടം തീർന്നുപോയി, അതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. നല്ല മഴ ആയതുകൊണ്ട് എൻ്റെ അനിയത്തിയൊക്കെ നല്ല ഉറക്കം കിടന്നു. ഞാനാണ് വീഡിയോ എടുക്കാനായിട്ട് പിന്നെ കുളിച്ചൊക്കെ റെഡിയായിട്ട് വന്നിരുന്നത്. അപ്പോൾ ഗൈസ്, ഇന്ന് വീഡിയോ ഒരുപാടൊന്നും ഇടുന്നില്ല, കുറച്ചേ ഇടുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഇന്നിവിടെ മഴയും കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ടാണ് ഇന്ന് ലോങ് ആയിട്ട് വീഡിയോ ഇടാത്തത്. വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ലായിരുന്നു കാലത്തോട്ട്, അതുകൊണ്ടാണ് പിന്നെ ഇടാത്തത്. പിന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെന്താ, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ മാക്സിമം എല്ലാവരും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നും ഞാൻ പറയാറുണ്ട്. കാരണം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഞങ്ങളെ വീഡിയോ എങ്ങനെ ഉണ്ടെന്ന്. പിന്നെ ഒരാൾ സ്നീസിങ് ചാലഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്കൊട്ടും വയ്യ, അതുകൊണ്ടാണ് ഞാൻ സ്നീസിങ് ചാലഞ്ച് ചെയ്യാത്തത്. എനിക്കൊന്നാമത് കുറച്ച് ജലദോഷമൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് സ്നീസിങ് ചാലഞ്ച് ചെയ്യാത്തത്. ഞാനിപ്പോൾ തട്ടി വീണേനെ. അവിടെ ഒരു ഇത് കിടക്കുകയായിരുന്നു, ചെരുപ്പ് വയ്ക്കണ സ്റ്റാൻഡ്. അതുകൊണ്ടാണ് സ്നീസിങ് ചാലഞ്ച് ചെയ്യാത്തത്. എനിക്ക് ചെറിയ തുമ്മലൊക്കെ ഉണ്ട്. അമ്മയ്ക്കും ചെയ്യാനായിട്ട് വയ്യ, അതുകൊണ്ടാണ് സ്നീസിങ് ചലഞ്ച് ചെയ്യാത്തത്. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ഞങ്ങൾ വീഡിയോ എങ്ങനെ ചെയ്യണമെന്ന് കമൻസിലൂടെ അറിയിക്കുക. ഞങ്ങളുടെ ഡെയിലി വ്ളോഗ് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
ഞാൻ കാലത്ത് നടക്കുന്ന കാര്യങ്ങൾ ഒന്നും എടുക്കാൻ പറ്റണില്ല ഈ ഇടയായിട്ട്. മുമ്പായിരുന്നു എനിക്ക് എടുക്കാറുണ്ട്, ഇപ്പോൾ ഈ ഇടയായിട്ട് പറ്റുന്നില്ല എടുക്കാൻ. രാവിലെ എനിക്ക് ജോലിയുണ്ട്, അതുകൊണ്ടൊക്കെയാണ്. എൻ്റെ മൂക്ക് ചുവന്നിരിക്കുന്നു ഇങ്ങനെ ആക്കി ആക്കി ആക്കി. അപ്പോൾ നിങ്ങൾ മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ് ബൈ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ബൈ ബൈ.